الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. اللهم صل على من فوز بالجنة والنجاة من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين وأهلنا. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله توكلت على الله لا حول ولا قوة إلا بالله. ഏറ്റവും ആദരണീയ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, എൻ്റെ ഇവിടെ വന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അതേ ബുക്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയതായി ബുക്ക് വേണമെങ്കിലും നോട്ട് ബുക്ക് എന്തെല്ലാമാണോ വേണ്ടത് ആ വേണ്ടതെല്ലാം നിങ്ങളെ ക്ലാസ് ഉസ്താദന്മാർക്ക് സെലക്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ആ ഉസ്താദന്മാർക്ക് നിന്ന് ഇൻഷാല്ലാഹ് നിങ്ങൾ ലിസ്റ്റ് കൊടുത്താൽ മതി. റെഡിയല്ലേ? നിങ്ങളെ ക്ലാസ് ഒന്ന് പറഞ്ഞത് ക്ലീൻ ആവണം ക്ലാസ്. രണ്ടാമത്തത് പറഞ്ഞു ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പിടരുതാണ്. അതുകൊണ്ടാണ് ക്ലാസ് ഒന്നും ഇപ്പോൾ തുറക്കാത്തത്. ക്ലാസ്സിൻ്റെ ഉള്ളിൽ ചെരുപ്പിടരുത്, പുറത്ത് ചെരുപ്പ് വെച്ചിട്ട് ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാം. അങ്ങനെ മണ്ണ് എന്തെല്ലാം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പെട്ടെന്ന് എന്താക്കുക, ക്ലീൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, എല്ലാ ക്ലാസ്സുകളും ഒന്ന് ക്ലീൻ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ലിസ്റ്റിന് പൈസ അപ്പന്നെ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ, ഇൻക്ലൂഡിങ് ഡയറിന്റെ പൈസ കൂടി അതിൽ കൂട്ടിയിട്ടാണ് ഉസ്താദന്മാർ പറയുക. ഇൻഷാല്ലാഹ് എത്രയാണോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനും നോട്ട് ബുക്കിനുള്ള പൈസ, ആ പൈസ ഉസ്താദന്മാർ ലിസ്റ്റിൽ പറയും. ആ ലിസ്റ്റിന്റെ പൈസ നിങ്ങൾ വന്ന് കൊടുക്കുകയും ചെയ്യണം. കുറെ വൈകരുത്. മൗലവിന്ന് കടമെടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വരും, തിരിച്ച് അവിടത്തേക്ക് പൈസ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരുപ്പെട്ട. അതുകൊണ്ട് എല്ലാവരും ബുക്ക് ഇതാക്കുക. മൂന്നാമത്തെ കാര്യം, യൂണിഫോം. ഇത് ഏപ്രിൽ എത്രയാ, 20 ഓക്കെ, 10 days നിങ്ങൾക്ക് സമയം തരും. മെയ് 1 നിങ്ങൾക്ക് യൂണിഫോം ഇടാം. മെയ് 1 ഇവന് മായ വന്നുത്ത 2 ജോഡിയെങ്കിലും എടുത്തു വെക്കാം. ഞങ്ങൾക്കെല്ലാം 2 ജോഡിയല്ല, 2 ജോഡിയെങ്കിലും ഡ്രസ്സ് നിങ്ങളിൽ ഉണ്ടാവും. എക്സ്ക്യൂസ് ഉണ്ടാവില്ല. ഞാൻ എല്ലാ ക്ലാസ്സിലേക്ക് വരും, മുടി ഇതെല്ലാം നല്ല ചെക്ക് ചെയ്യാൻ വരും. ഇപ്പൊ കോലം കെട്ടി കുറെ പേര് എന്തെല്ലോ കോലങ്ങളിലെല്ലാം കറുപ്പ് പറ്റൂല, അതിലേക്കുള്ള ഇത് ഇൻഷാല്ലാഹ് റെഡിയാക്കാം. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞവർ ഒരു കാരണവശാലും മതിയാക്കാൻ പാടുള്ളതല്ല. +1 കംപ്ലീറ്റ് ആക്കണം. അതുപോലെ +1 ഉള്ളവർ +2 കംപ്ലീറ്റ് ആയിരിക്കണം. ഏത് ഉസ്താദായാലും നിങ്ങൾ എന്താക്കണത്, കംപ്ലീറ്റ് ആക്കിയിരിക്കണം. +2 വരെ ഇൻഷാല്ലാഹ്. ഇനി മുതൽ +2 കഴിഞ്ഞവർക്ക് നല്ല മൂവ്മെന്റ് ആയിരിക്കും തരിക. അതുപോലെ നോക്കി കഴിയട്ടെ. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക്, പിന്നെ അതേപോലെ ഇൻഷാല്ലാഹ് നമുക്ക് ഈ മാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മളെ റബ്ബിൽ അവന്റെ മുഴുവൻ പരിപാടിയും ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ പ്രാക്ടീസും കാര്യങ്ങളായിട്ട് കംപ്ലീറ്റ് ആക്കും. ദഫായാലും ബുർദയായാലും എല്ലാം SB രൂപീകരിക്കും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാം സെറ്റാക്കി കളയും ചെയ്യും. മനസ്സിലായല്ലോ? അള്ളാഹു അതിന് തോൽപ്പിക്കട്ടെ. കാരണം പിന്നെ നിങ്ങൾക്ക് സ്കൂളായി തിരക്കായി എല്ലാം. അപ്പോ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കുക. കറക്റ്റ് ടൈമിങ് പറഞ്ഞുതരാം. മദ്രസന്റെ 6:25 എടുക്കേണ്ടത്. അതായത് 6:25 പാർട്ടി സ്റ്റാർട്ട് ചെയ്യും. ഇനി ലേറ്റായിട്ട് വന്നല്ല ഞാൻ അന്ന് ചുറ്റുമ്പോൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടുണ്ടാവും. 6:20 നിങ്ങൾ എത്താം. 6:25 മദ്രസ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഫിനിഷിങ് സ്കൂളില്ലാത്ത ദിവസം 9 മണി, സ്കൂളുള്ള ദിവസം 8:30 മണി. പിന്നെ നിങ്ങൾക്ക് സ്കൂളുള്ള ദിവസം വേഗം പോകുന്നവരാണെങ്കിൽ ഒരു ലെറ്റർ എനിക്ക് കൊണ്ടുതരണം വിത്ത് യുവർ പാരന്റ്സ് സൈൻ. നിങ്ങളെ പാരന്റ്സിന്റെ സൈൻ ഇട്ടിട്ടുള്ള ഒരു ലെറ്റർ എൻ്റെ കൊണ്ടുതരണം. എനിക്ക് ബോധ്യം ഇത്ര സമയത്തിൽ ഞാൻ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഉണ്ടാവും, എനിക്ക് സ്കൂളുണ്ട് എന്നുള്ളത്. അല്ലാതെ ഇവിടെ തന്നെ വേഗം പോയിട്ട് ആടിയിട്ട് ഇറങ്ങിയിട്ട് ബസ്സിൽ കുറെ സമയം നിന്ന് വെറുതെ അതിലെല്ലാം കറങ്ങിയിട്ട് പോകുന്ന അവസരം ഉണ്ടാക്കരുത്. നീറ്റ്നെസ് വേണം, കൃത്യനിഷ്ഠത വേണം. അതാണ് ഏറ്റവും മെയിൻ. വരുന്നതും അങ്ങനെ, പോകുന്നതും അങ്ങനെ. മനസ്സിലായല്ലോ? റെഡിയല്ലേ? ഇൻഷാല്ലാഹ് റെഡിയല്ലേ? ഇനി ആരെങ്കിലും ചേരാനുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് നാളെ മുതലാണ് ചേരേണ്ടത്.
ഒന്നാം ക്ലാസ്സിൽ ചേരേണ്ട ടൈം നാളെ മുതൽ 23-ാം തീയതി വരെ. 24 ഒന്നാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇൻഷാല്ലാ അത് ഇൻഫോം ചെയ്യും ഞാൻ. പിന്നെ അല്ലാത്ത ഏതെല്ലാം ക്ലാസ്സിലേക്ക് ചേരാൻ ആൾക്കാരുണ്ടോ വരിക, നാളെ മുതൽ ചേരുക. ഇപ്പൊ ഞങ്ങൾ ഓരോ ക്ലാസ്സിലേക്ക് വരും. നിങ്ങളെ പേര് അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഉണ്ടോ, പാസ്സായിനോ ഫെയിലായിനോ നോക്കാൻ വേണ്ടി വരും. ഇനി ക്ലാസ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. ലാസ്റ്റ് ക്ലാസ് 8ാം ക്ലാസ്, അപ്പുറത്തെ സെക്ഷൻ 7 പാസ്സായ 8ാം ക്ലാസ് ഓതാണ് ലാസ്റ്റ്. മുമ്പത്തെ ഹാരിസ്ഥാനി ക്ലാസ്, ഇപ്പുറത്തത് 9ാം ക്ലാസ് ഹാരിസ്ഥാനി ക്ലാസ്. ഓക്കെ, +1 താഴെയാണ് +1. നിങ്ങളെ കഴിഞ്ഞ കൊല്ലത്തെ അതേ 10ാം ക്ലാസ്സാണ്. കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ടാണ് ആടെ സെറ്റ്. ഓക്കെ, 1ാം ക്ലാസ് ഇപ്പൊ വന്നിട്ടില്ല. 1ാം ക്ലാസ് അതന്നെ. ഇപ്പുറത്തത് 2ാം ക്ലാസ്, അതിന്റെ ഇപ്പുറത്തത് എന്റെ ക്ലാസ്. ഓക്കെ, അതിന്റെ ഇത് ശ്രദ്ധിക്കാം ഉണ്ടല്ലേ. ഇത് 3ാം ക്ലാസ് താഴെയുള്ളത്. ഓക്കെ, ഇപ്പുറത്തത് 3ാം ക്ലാസ്, അപ്പുറത്തത് 5ാം ക്ലാസ്. ഇപ്പുറത്തത് 3ാം ക്ലാസ്, അപ്പുറത്തത് 5ാം ക്ലാസ്. 4Aയും 4Bയും ഹോള്. കഴിഞ്ഞ കൊല്ലത്തെ അതേ 3A 3B അതേ തന്നെയാണ് കഴിഞ്ഞ കൊല്ലത്തെ ക്ലാസ്. ഓക്കെ അല്ലേ? ഇപ്പൊ 5ആയില്ലേ? 6ാം ക്ലാസ് 7ാം ക്ലാസ്. കഴിഞ്ഞ കൊല്ലത്തെ 5ാം ക്ലാസ്സിന്റെ അതേ ക്ലാസ് തന്നെയാണ് 6ാം ക്ലാസ്, ഇപ്പുറത്തെ 7ാം ക്ലാസ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്തെ ക്ലാസ് 7ാം ക്ലാസ് വേണമെങ്കിൽ 7ാം ക്ലാസ് എടുക്കാം, 6ാം ക്ലാസ് അപ്പുറത്തേക്ക് പോവാം. അത് ഏത് വേണം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇൻഷാല്ലാ സംഭവം മനസ്സിലായല്ലോ. ഇപ്പോ ഇത് കഴിഞ്ഞാൽ ജിഫാനൊന്നും എല്ലാ ക്ലാസ് തുറന്നു. ഇത് കഴിഞ്ഞാല് ലൈനായി പോവേണ്ടത് അങ്ങോട്ടേക്കാണ്. ഓക്കെ അല്ലേ? ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഞാൻ ഇൻഫോം ചെയ്യും. 10ഉം +2 എന്റെ ക്ലാസ്സിലേക്ക് പോവാം. 10ാം ക്ലാസ് +2 ഓഫീസിന്റെ നേരെ ഫ്രണ്ടിലുള്ള ക്ലാസ്സിലേക്ക് പോവാ. +1 താഴെ പോവാ. കാരണം ഇനി ഞാൻ ക്ലാസ് എടുക്കുന്ന ഒറ്റൊരു ക്ലാസ് ആയിരിക്കും. ഇനി ഒരു കുട്ടിക്ക് പോലും അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ ഇനി 2 ക്ലാസ്, ഒരു ക്ലാസ്സിന് പോലും ഈ 2 ക്ലാസ് ഞാൻ എടുക്കൂല. മനസ്സിലായില്ല പറഞ്ഞു? അതായത് കഴിഞ്ഞ ഞാൻ +1 എടുത്തിരുന്നു, അതേ +1ന്റെ പുള്ള തന്നെയാണ് ഇപ്പോൾ +2. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഒരു സ്റ്റുഡൻസിന് ഒരു കൊല്ലം. കുറെ ആൾക്ക് ഭയങ്കര ബേജാറ് പറഞ്ഞ് കുറെ ഒക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇൻഷാല്ലാ മാറ്റും. ഇപ്രാവശ്യം ഞാൻ +2 എടുക്കും എന്ന് പറഞ്ഞത് കൊണ്ട്, വാക്ക് തന്നത് കൊണ്ട് മാത്രം ഇപ്രാവശ്യം +2 എടുക്കും. ഇല്ലെങ്കിൽ ഇനി +2 എടുക്കൂല. കുറെ പൊതുപരീക്ഷ ക്ലാസ് കഴിഞ്ഞില്ല. അതുപോലെ അൽഹംദുലില്ലാ നമ്മളെ റേഞ്ചിൽ ഏറ്റവും ടോപ്പ് ഉള്ള മദ്രസ ഈ മദ്രസയാണ്. അൽഹംദുലില്ലാ 7 ടോപ്പ് ആണ് ഉള്ളത്. ഇതിനും റീവാലുവേഷന് 11 പേര് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ആ മക്കൾക്കും അള്ളാഹു ടോപ്പ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇതിനും നല്ല മാർക്ക് എന്നുള്ള അനുഗ്രഹിക്കട്ടെ. അതുപോലെ റേഞ്ചിൽ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ 1ാം സ്ഥാനമുള്ളത് ഇതേ മദ്രസ തന്നെയാണ്. ഇനി 5ന്റെ ഇതെല്ലാം വരണ്ടത്രേ ഉള്ളൂ. റീവാലുവേഷൻ വന്ന ശേഷമാണ് റേഞ്ച് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 1ഉം +2 7ഉം +2 ഇപ്പൊ ഇവിടത്തേക്കാണ് ഉള്ളത്. അള്ളാഹു അത് കബൂലാക്കി തരട്ടെ. അപ്പൊ അതുകൊണ്ട് 24 ഡിസ്റ്റിങ്ഷനും 7 ടോപ്പ് ആണ് ഉണ്ടായത്. കഴിഞ്ഞ കൊല്ലം ഒരു ടോപ്പ് 6 ഡിസ്റ്റിങ്ഷനാണ് ഉണ്ടായത്. ഇപ്രാവശ്യം 24 ഡിസ്റ്റിങ്ഷനും 7 ടോപ്പ് ഉണ്ട്. അള്ളാഹു കബൂലാക്കി തരട്ടെ. ആ പഠിപ്പിച്ച ഉസ്താദുമാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് കാലം ദീനി ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാസ്റ്റ് പറയാനുള്ളത്, കുട്ടികളെ നിങ്ങൾ നല്ല അച്ചടക്കത്തുള്ള മക്കളായിട്ട് മാറണം. അത് ഏറ്റവും മർമ്മപ്രധാനമാണത്. അച്ചടക്കം ഉണ്ടെങ്കിൽ, അതപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇൽമും കിട്ടും. അതവില്ലേ ഇൽമു കിട്ടൂല. മനസ്സിലായല്ലോ? അള്ളാഹു അത് കബൂലാക്കി തരട്ടെ പറയാനില്ലല്ലോ. ഇനി കറക്റ്റ് വരുമല്ലോ. ഇനി 80% അറ്റൻഡൻസ് വേണം. ലീവ് ആവരുത്. ലേറ്റ് ആയാൽ സദൃത്താക്കി വിളിക്കുക, വരാം. ഉറങ്ങിപ്പോയി ലേറ്റായി എന്നാലേ നിസ്കരിക്കാതെ ആരും ഭാഗത്തേക്ക് വരില്ല. സുബഹി നിസ്കരിക്കാതെ പല്ലുത്തേക്കാതെ കുറെ മനുഷ്യന്മാർ വരുന്നുണ്ട്. അതൊന്നും തെറ്റാണ്. ഇൻഷാല്ലാ. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോ വന്ന എല്ലാവരെയും അള്ളാഹു തക്കതായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അടക്കമുള്ള എല്ലാ അതിലുള്ള മെമ്പേഴ്സ് എല്ലാം അള്ളാഹു അവർക്കെല്ലാം ദീർഘായുസ്സൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് കാര്യത്തിനും
എൻ്റെ കൂടെ കട്ട സപ്പോർട്ട് നിൽക്കുന്നവരാണ് അവരെല്ലാം. അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ സ്നേഹബന്ധങ്ങളെല്ലാം നാളെ ഖിയാമത്ത് നാൾ വരെ റബ്ബിനെ കാണുവരെ അള്ളാഹു എത്തിത്തട്ടെ. അതുപോലെ ഇപ്പോൾ ഇവിടെ വന്ന എല്ലാ മിനിങ്ങളും, എൻ്റെ ഉസ്താദുമാർ, എൻ്റെ വിദ്യാർത്ഥികളെല്ലാം അള്ളാഹു തക്കതായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ പഠിപ്പിച്ച പലരും ഇന്ന് 6 അടി മണ്ണിലാണ്, അവരെ ഖബറെല്ലാം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നിങ്ങൾ പോലെ സ്നേഹിച്ച പലരും ചെറുപ്രായത്തിൽ തന്നെ ഇപ്പൊ ഖബറിന്റെ അടിയിലാണ്. അള്ളാഹു അവരെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളെ മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.